ഒരു എച്ചെടുക്കുന്ന വീഡിയോ ആണ്. നമ്മൾ വണ്ടിയെ കൊണ്ട് നിർത്തുമ്പോൾ ബാക്ക് കഴിഞ്ഞ് നിർത്തിയിട്ട് വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് സൈഡ് മിററിൽ നോക്കി ബാക്ക് ടയർ എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മുഴുവൻ ലെഫ്റ്റ് തിരിക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ നോക്കാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിൽ കമ്പിയെ കണ്ടു വണ്ടി തട്ടൂല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ 2 റൗണ്ട് തിരിക്കുക, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക. കമ്പി തട്ടൂല എന്ന് തോന്നുമ്പോൾ ചേർത്തിരിക്കുക. അയാളിപ്പം തിരിച്ചത് ഒരുപാട് കൂടിപ്പോയി. അപ്പോൾ അത്രയും തിരിക്കാൻ പാടില്ല. നമ്മൾ തിരിക്കുമ്പോൾ വണ്ടിയിൽ തട്ടുമോന്ന് നോക്കി കമ്പിയിൽ തട്ടുമോന്ന് നോക്കി തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ കണ്ട ബാക്ക് കമ്പി കഴിഞ്ഞ് നിൽക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയെ നിർത്തിയെടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ കണ്ട അവിടെ നിന്ന് എടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി വണ്ടിയുടെ ബാക്ക് പോർഷൻ കമ്പി കഴിഞ്ഞാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പിക്ക് അകത്തായി പോയാൽ ഫെയിലായിപ്പോയി. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടു നിർത്തണം. ഇപ്പോൾ കറക്റ്റായി. ഇനി അവിടെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരല്പം റൈറ്റ് തിരിച്ചോണം, ഒരല്പമേ തിരിക്കാവൂ. അത് നമ്മളെ സൈഡ് മിററിൽ ആ കമ്പി മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പാണ് മുഴുവൻ തിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തട്ടിലെന്ന് ഉറപ്പായാലും ഇനി ഇപ്പുറം നോക്കരുത്, നേരെ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമ്മളൊരു കമ്പിയെ കാണും. കമ്പിയെ കണ്ട് തട്ടില്ലാന്ന് തോന്നുമ്പോൾ 2 റൗണ്ട് തിരിച്ച് അതിനകത്തോട്ട് കയറി ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് കറക്റ്റ് 2 റൗണ്ട് തിരിച്ച് അവിടെ അങ്ങനെ ലോക്ക് ചെയ്യണം. അപ്പം വണ്ടി ഓക്കെ ആയിരിക്കും. ഒരു പക്ഷേ സൈഡ് ചേർന്ന് പോയാലും നിങ്ങൾ എങ്ങോട്ടാണ് തിരിക്കാൻ പാടില്ലാത്തത് അങ്ങോട്ട് നിങ്ങൾ തിരിച്ചു പോകും. അത് സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് മുമ്പിലോട്ട് നോക്കുക. എത്ര കമ്പിയോട്ട് ചേർന്നാലും ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് തിരിച്ചാൽ വണ്ടി കറക്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബോഡി ലെവലായിട്ട് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഫോർവേഡാണ്. വണ്ടി മുമ്പിലോട്ട് പോയി കമ്പി കഴിഞ്ഞ് ലെവലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ റിവേഴ്സ് ഗിയറിട്ട് ബാക്കിലത്തെ കമ്പിയെ കണ്ടിട്ട് മാത്രമേ വണ്ടിയെ പുറകോട്ടെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴേ ഒരല്പം ലെഫ്റ്റ് ചരിച്ച് നിർത്തി ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ അയാളെടുക്കുന്നവൻ്റെ വണ്ടിക്ക് ഓവർ സ്പീഡാണ്. അത് ഇത്രയും അകലം വരുന്നത് എത്ര സ്പീഡ് കുറയ്ക്കണമെന്നതിലും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ക്ലച്ച് അങ്ങ് എടുത്തു കൊടുക്കും, വണ്ടി ഓവർ സ്പീഡാവും. പകരം വണ്ടി മൂവ് ചെയ്യുമ്പോഴേ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോളാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവസാനം കൊണ്ട് നിർത്തുമ്പോൾ അവിടെ കണ്ട വണ്ടി ശകലം ബാക്ക് ലെഫ്റ്റിലോട്ട് ചരിയുന്നുണ്ട്. അത് ബോഡി ലെവലാവുന്നതിന് മുമ്പ് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ടാണ്.